ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. തെരുവ് വിളക്ക് പരിപാലനത്തിന്റെയും തെരുവ് നായയുടെയും പേരിൽ ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധവും ബഹളവും. തെരുവ് വിളക്ക് വിഷയത്തിൽ റാന്തലുമായും തെരുവ് നായ വിഷയത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തിയുമാണ് UDF പ്രതിഷേധിച്ചത്. ബഹളത്തിനിടെ അജണ്ട അവതരിപ്പിച്ച് അംഗീകരിച്ചതായി അറിയിച്ച് ചെയർപേഴ്സൺ കൗൺസിൽ ഹാൾ വിട്ടിറങ്ങി. ഇതിനെതിരെ BJP കൗൺസിലർമാർ ചെയർപേഴ്സന്റെ ചേംബറിന് പുറത്തും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നഗരസഭയിലെ തെരുവ് വിളക്കുകളുടെ പരിപാലനം അവതാളത്തിലെന്ന് ആരോപിച്ചായിരുന്നു റാന്തൽ ഉയർത്തി പ്രതീകാത്മക പ്രതിഷേധം. പരിപാലന കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന BJP അംഗങ്ങളും ആവശ്യപ്പെട്ടു. നഗരസഭാ പരിധിയിൽ തെരുവ് നായ ശല്യം പരിഹരിക്കാനുള്ള നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നു. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ ശേഷം 6 പേരെ കടിച്ച ഒരു നായയെ മാത്രമാണ് പിടിച്ചതെന്നും മറ്റൊരു നടപടിയും ഉണ്ടായില്ലെന്നും UDF BJP കൗൺസിലർമാർ ആരോപിച്ചു. തെരുവ് നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകാനും അക്രമകാരികളായ നായ്ക്കളെ പിടിക്കാനും നായപിടുത്തക്കാരെ ആവശ്യപ്പെട്ട് ജോയിന്റ് ഡയറക്ടർ സമീപിച്ചിരുന്നു. ABC പദ്ധതിയിലെ നായപിടുത്തക്കാരെ ഈ ദൗത്യത്തിന് വിനിയോഗിക്കാൻ തദ്ദേശ ജോയിന്റ് ഡയറക്ടർ അനുമതി നൽകിയതായും ഉടൻ ദൗത്യം തുടങ്ങുമെന്നും വൈസ് ചെയർമാൻ K. രാജേഷ് അറിയിച്ചു. എന്നാൽ ഇതിന് രേഖയുണ്ടോ എന്ന ചോദ്യവുമായി UDF രംഗത്തെത്തി. വാക്കാൽ നിർദ്ദേശമാണെന്ന് സെക്രട്ടറി അറിയിച്ചതോടെ ഇപ്പോഴത്തെ പ്രതിഷേധം അടക്കാനുള്ള വിദ്യയാണെന്ന് ആരോപിച്ച് UDF പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങി. കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിയായി. പ്രശ്നം പരിഹരിക്കാൻ നടപടിയായപ്പോൾ കൊണ്ടുവന്ന പ്ലക്കാർഡുകൾ ഉപയോഗിക്കാനാകില്ലല്ലോ എന്ന കാരണത്താൽ അകാരണമായി പ്രതിഷേധിക്കുകയാണെന്ന് വൈസ് ചെയർമാൻ K. രാജേഷ് ആരോപിച്ചു. ശേഷം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട അജണ്ട ചെയർപേഴ്സൺ MK ജയസുധ വായിച്ചു. യോഗം ശാന്തമാക്കിയ ശേഷം മാത്രം അജണ്ട ചർച്ചയ്ക്കെടുത്താൽ മതിയെന്ന് ചൂണ്ടിക്കാണിച്ച് BJPയും ആവശ്യമുയർത്തി. ഇതിനിടെയാണ് അജണ്ട അംഗീകരിച്ചതായി അറിയിച്ച് ഭരണസമിതി കൗൺസിൽ ഹാൾ വിട്ടത്. തുടർന്ന് വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് BJP കൗൺസിലർമാർ ചെയർപേഴ്സന്റെ മുറിക്ക് മുമ്പിലും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട UDF സെക്രട്ടറിയുടെ മുറിക്ക് മുന്നിലും പ്രതിഷേധിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.